പ്ലേ സ്റ്റോറിലുള്ള ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സിംഗർ വേണ്ട, എഴുത്തുകാർ വേണ്ട, മ്യൂസിക് കമ്പോസർ വേണ്ട. നിങ്ങൾ 4 വരി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള അടിപൊളി പാട്ട്, മ്യൂസിക്കും സിംഗറും എല്ലാം സഹിതം ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് ഒരു മ്യൂസിക് ആൽബം നിർമ്മിക്കണമെങ്കിൽ വളരെ മനോഹരമായിട്ട് AI സാങ്കേതിക വിദ്യയിലൂടെ ഫ്രീ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചു തരും. പെട്ടെന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വാ. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. നിങ്ങൾക്ക് ഒരു സോങ് മാത്രമേ ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ സോങ്ങുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് DONNAAI സോങ് എന്ന് സെർച്ച് ചെയ്യുക. DONNA എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതേ പേരിൽ വേറൊരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലോഗോവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ട്രൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ 3-4 ഓപ്ഷൻസ് ചോദിക്കും. അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് താഴത്തെ കണ്ടിന്യൂ ബട്ടൺ കൊടുത്തിട്ട് നെക്സ്റ്റ് പോകുക. പിന്നെ ഓക്കെ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് മൈക്രോഫോണിൻ്റെ ആക്സസ് ചോദിക്കും. അത് അലോ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എക്സാമ്പിളായിട്ട് ഒരു സോങ് വരുന്നതാണ്. താഴത്തെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്നത് ഇത് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനല്ല. ഇവിടെ എക്സിറ്റ് പോകേണ്ട ബട്ടൺ ഉണ്ട്. പലരും ഇവിടുന്നാണ് അത് പർച്ചേസ് ചെയ്യണം, ഫ്രീ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് ആദ്യം കാണാം നിങ്ങൾ എന്താണ് പറയുന്നത്, എന്നിട്ട് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ മുകളിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. അത് കൊടുത്തിട്ട് എക്സിറ്റ് പോയാൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം മീറ്റർ ടാപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നത് ഫ്രീ തന്നെയാണ്. അവിടെ ആഡ് എക്സിറ്റ് പോകേണ്ട ഓപ്ഷൻ ഉണ്ട്. മുകളിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് സോങ് ഡിസ്ക്രിപ്ഷനും മറ്റൊന്ന് ലിറിക്സ് ഒന്നും. നിങ്ങൾ ലിറിക്സ് ഒന്നും അധികം എഴുതാൻ അറിയാത്ത ആളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് വാക്കുകളെന്ന് എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരാൾ വഴിയെ നടന്നു പോകുന്നു, അപ്പോൾ അയാൾ കാമുകിയെ കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ AI തന്നെ നിങ്ങൾക്ക് മലയാളത്തിലൊരു സോങ് ജനറേറ്റ് ചെയ്ത് തരും. പക്ഷേ വേർഡുകളൊക്കെ പൊട്ടത്തരായിരിക്കും ചില സമയത്ത്. അപ്പോൾ ലിറിക്സ് എഴുതാൻ അറിയുന്നവൾ തൊട്ടപ്പുറത്ത് ലിറിക്സ് ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അവർ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സോങ് മൊത്തം ലിറിക്സ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നല്ല രീതിയിൽ പാടുന്നതാണ്. ഞാൻ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള സോങ്ങാണ് എഴുതിയിട്ടുള്ളത് വെറുതെ. ഇവിടെ നിങ്ങൾക്ക് ഏത് മൂഡാണ്, സെലക്ട് മൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ഞാൻ ഹാപ്പിയാണ്. അവിടെ നിങ്ങൾക്ക് സെൻറ്റിമെൻ്റലോ സ്ലോ ആണോ മെലഡി ആണോ എല്ലാം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴത്ത് നിങ്ങൾക്ക് സെലക്ട് ജെൻഡർ എന്ന് പറയുക. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതിൻ്റെയൊക്കെ താഴത്ത് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കാണാം. അതാണ് മെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം വുമൺ ആണോ മാൻ ആണോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് സ്റ്റുഡിയോയിലാണ് കൊടുക്കേണ്ടത്, ലൈവിൽ കൊടുക്കരുത്. ഓക്കെ, സ്റ്റുഡിയോയിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ മെയിൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫീമെയിലല്ല. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോങ്ങിന് നെയിം എഴുതണം. അത് ഇംഗ്ലീഷിൽ എഴുതാൻ പാടുള്ളൂ, മലയാളത്തിൽ എഴുതാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് വിത്ത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. സോങ് ക്രിയേറ്റ് ചെയ്ത് കിട്ടാൻ 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും. ഇനി നിങ്ങൾ ഫുൾ ലിറിക്സ് ഒക്കെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെതായ സമയം എടുക്കുന്നതാണ്. അത് ഫുള്ളാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് സോങ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പ്രശസ്ത ഭാഗം മാത്രമാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈറ്റിൽ തുടങ്ങുന്നതിന് മുമ്പുള്ള മ്യൂസിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എല്ലാം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഭാഗം മാത്രം പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ആരും പോവാതിരിക്കുക, ഇനി ഇത് സേവ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇവിടെ മുകളിലാണുള്ളത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഗാലറി ആക്സസ് ചോദിക്കും. അലോ കൊടുത്തിട്ട് ഗാലറിയിലേക്ക് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സോങ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 100, 150 ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ സുഹൃത്തിനെ ഇൻവൈറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ മുകളിൽ പ്രോയുടെ തൊട്ടടുത്ത് ഒരു സ്റ്റാറിനകത്ത് കൈ കൊട്ടുന്ന പോലത്തെ ഒരു ഓപ്ഷൻസ് വരും. അത് നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഓപ്ഷൻ അവിടെ വരും. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ യൂസർ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് കാണാം. ഇവിടെ നിങ്ങൾക്ക് സുഹൃത്തിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇൻവൈറ്റ് ചെയ്തിട്ട് സുഹൃത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലൊന്നും നിങ്ങൾക്ക് ഇവിടെ സോങ് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഈ കോഡ് സുഹൃത്തിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് അത് സുഹൃത്ത് എങ്ങനെയാണ് അതിൽ കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഫോണിലല്ല ഇത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഈ കോഡ് കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലോ മറ്റോ സുഹൃത്തിന് അയച്ചു കൊടുക്കാം.
എന്നിട്ട് സുഹൃത്തിൻ്റെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഫോണിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലത്തെ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, 3 ലൈൻസ് ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ റെഫറൽ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഇവിടെ കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ കോഡ് ഇതിൽ പേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോണിലല്ല, അതാണ് പ്രത്യേകം പറയുന്നത്. സുഹൃത്തിൻ്റെ ഫോണിൽ അത് കൺഫേം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സോങ് പാടേണ്ട ഓപ്ഷൻ കൂടി കിട്ടും. ഇനി നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കോഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സുഹൃത്തുക്കളെല്ലാം അത് കൺഫേം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരോ സോങ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.